ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതന തീയിലാണ്. അതിനാവശ്യമായ 3 വഴുതനയും ചെറിയ കോവയ്ക്കയും സവാള എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് പെരുംജീരകം. നമ്മളിവിടെ പച്ചക്കറികളെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരം പോകാൻ വേണ്ടി വഴുതന നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടായിരുന്നു. തേങ്ങ ചെറിയ മൂപ്പ് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ പെരുംജീരകം ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്താണ് തേങ്ങ വറുത്തെടുത്തത്. നമ്മളിവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സവാള ചികി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് എന്നിവ ഇറക്കി കൊടുക്കുക. പച്ചക്കറിയെ വഴുതനയും കോവയ്ക്കയും ചേർത്ത് കൊടുത്തിരിക്കുക എന്നിവ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുക. പച്ചക്കറിയൊക്കെ നല്ലോണം വെന്ത് വരാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാ മിക്സ് അരകല അരച്ചായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് ചാലിച്ച് കൊടുക്കാം. നമ്മളിവിടെ കടുക് വറുക്കാൻ വേണ്ടി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചിരകി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കരിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ കറിയിലോട്ട് ചേർത്ത് നല്ലപോലെ എടുത്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.